മലയാളി ഇൻ വിശാഖിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ചെറിയ സ്നാക്സാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ചായക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയൊരു ചെറിയൊരു സ്നാക്സ് 6 നമ്പർ എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ 6 നമ്പർ എന്നാണ് പറയുക. ചിലർ ഡയമൺ കട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ഇതിന് ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് മൈദ, ആവശ്യത്തിന് മൈദയും കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഒരു മിതം നമുക്ക് പരത്താൻ പറ്റിയൊരു പാകത്തിന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വെച്ചുകൊണ്ട് ഒന്നും കൂടി സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും, പരത്താനൊക്കെ എളുപ്പമായിരിക്കും. അപ്പം ഞാനത് അത്ര നേരമൊന്നും വെക്കുന്നില്ല, പെട്ടെന്ന് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് പെട്ടെന്ന് പരിപാടി ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ ഒരു ഷീറ്റിലോ അല്ലെങ്കിൽ പരത്തുന്ന പാത്രത്തിലോ എന്തെല്ലോ വെച്ചിട്ടൊന്ന് പരത്തുക. അങ്ങനെ ഷേപ്പൊന്നും ആവശ്യമില്ല, ഏകദേശം ഒരു തിക്നെസ് നമുക്കറിയാലോ. അതായത് പൊരിച്ച് വരുമ്പോൾ ഒന്നിങ്ങനെ കുറച്ച് കട്ടി വേണം, ഓവർ കട്ടി ആവുകയും ചെയ്യരുത്. ആ രീതിയിൽ പരത്തിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ലൈനായിട്ട് സാധാരണ നോർമലായിട്ട് ഒരു ലൈനായിട്ട് വരയ്ക്കുക. എന്നിട്ട് അടുത്ത ലൈൻ വരയ്ക്കുന്നത് മീൻസ് കട്ട് ചെയ്യുന്നത് ഒന്ന് ക്രോസ് ആക്കി വരയ്ക്കുക. അപ്പം നമുക്ക് ആ ഡയമണ്ട് ഷേപ്പ് കിട്ടും. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ നമ്മൾ സ്ക്വയർ പീസ് ആയി പോവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ചരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി പെട്ടെന്ന് കിട്ടും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മളൊന്ന് പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കുറേ നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈദയാണ് പെട്ടെന്ന് അതിൻ്റെ മുകളിൽ നിന്ന് പിടികിട്ടാത്ത രീതിയിലായി പോകും. അതുകൊണ്ട് അപ്പോഴേക്കൊക്കെ പരിപാടികളൊക്കെ സെറ്റപ്പ് ചെയ്തതിന് ശേഷമാണ് ഒന്ന് ഇത് പരത്താനും കട്ട് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നോർമലായിട്ട് സ്പൂണോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് സ്പ്ലിറ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം. അപ്പം പൊരിച്ചെടുക്കുമ്പോൾ മാക്സിമം കൂടുതൽ, അതായത് ഒരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനിവിടെ ഓയിലിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പീസ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്, ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഞാൻ എല്ലാം കൂടി ഇട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പാകം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഓയിൽ എല്ലാ ഭാഗത്തേക്കൊന്നും ആവാൻ. ഞാൻ കൂടുതൽ ഓയിൽ ഉപയോഗിക്കാതെ പൊരിക്കുന്നതുകൊണ്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം കളറൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം കളർ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ പാകമായില്ലേന്ന്. അപ്പോൾ ഇത് നമ്മൾ എല്ലാ സാധനങ്ങളും കോരിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ കട്ട് ചെയ്ത എല്ലാ സാധനങ്ങളും ഇതേപോലെ പൊരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അടുത്തത് ഉണ്ടാക്കേണ്ട കുറച്ച് സിറപ്പാണ്, അതായത് ഷുഗർ സിറപ്പ്. അപ്പോൾ അതിനാവശ്യമായ ഷുഗർ ഓവർ അധികം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെറുതെ എന്തിനാ, നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ ഞാനിവിടെ അധികമൊന്നും എടുത്തില്ല. ആവശ്യത്തിന് ഒരു കപ്പ് പഞ്ചസാരയും അതിലേക്ക് കുറച്ച് ഒരു കപ്പോളം വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് തിളപ്പിക്കുക, ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്നൊരു കളറ് മാറി ഒരു ഒന്ന് സ്ട്രോങ് ആയി വരുന്ന സമയത്ത് വേണം നമ്മൾ പൊരിച്ച് വെച്ച ഇതിലേക്ക് എടുത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് പാകം എന്നൊക്കെ പറയുന്നത് പല രീതിയിലും പല ആൾക്കാരും പല രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു കണക്ക് പോലെ ഒന്ന് കുറുകി വരുമ്പോൾ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഇത് പഞ്ചസാര നല്ലോണം ഒന്നും കുറുകിയില്ലെങ്കിൽ നമുക്ക് ആ ക്രിസ്പിനെസ് ഒരിക്കലും കിട്ടില്ല, ഒരു തണുത്ത അവസ്ഥയിലായി പോകും. അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത്. അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ആദ്യ തവണ തന്നെ ഇത്ര പെട്ടെന്നൊന്നും എക്സ്പേർട്ടും കാര്യങ്ങളൊന്നും ആവില്ല. അപ്പോൾ ഉണ്ടാക്കി നമുക്കിത് ക്ലിയർ ആവും. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഏകദേശം ഉഷാറായി വരുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് ഉറ്റിച്ച് നോക്കി അതിൻ്റെ കനമൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ അതൊന്നും ഞാൻ ഇവിടെ ശ്രമിക്കുന്നൊന്നുമില്ല. അപ്പോൾ പഞ്ചസാര നല്ലോണം കുറുകി വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിപ്സിലേക്ക്, അതായത് ഇതിലേക്ക് നേരെ ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഈ സമയം കൊണ്ട് ഞാൻ കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി നിർത്താതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ആ ഷുഗർ സിറപ്പ് ഒന്ന് ഡ്രൈ ആയിട്ട് നല്ല വൈറ്റ് കളറിൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ 6 നമ്പർ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. സംഗതി ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല വൈറ്റ് കളർ ഇങ്ങനെ പ്രൊജക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.